കുട്ടനാട്ടിൽ ആലപ്പുഴ രജിസ്ട്രേഷൻ ഇല്ലാത്ത അനധികൃത ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നതിൽ പ്രതിഷേധവുമായി ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ കേരള മാരിടൈം ബോർഡിലെ അനാസ്ഥയും അഴിമതിയും ആരോപിച്ച് ആലപ്പുഴ പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടന്നു. കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകൾ രൂപമാറ്റം വരുത്തി ചിലർ കുട്ടനാട്ടിലെ കായലിൽ ഇറക്കുന്നുവെന്നും സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്ക് ലൈസൻസ് നൽകാതെ ഉദ്യോഗസ്ഥർ വലയ്ക്കുന്നുവെന്നും ആരോപണമുണ്ട്. ചെറുതും വലുതുമായ 2000-ഓളം ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ശിക്കാരകളുമാണ് ആലപ്പുഴയുടെ ആഭ്യന്തര ജലഗതാഗതത്തിനും ടൂറിസത്തിനും ഊർജം പകരുന്നത്. എന്നാൽ ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ രജിസ്റ്റർ ചെയ്ത ബോട്ടുകൾ അനധികൃതമായി ആലപ്പുഴയിൽ ഇറക്കുന്നു എന്നാണ് പ്രധാന ആരോപണം. ആലപ്പുഴയിലെ ബോട്ടുകളുടെ ബാഹുല്യം മൂലം 2013-ലാണ് ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഈ തീരുമാനം മറികടക്കാനാണ് കൊടുങ്ങല്ലൂരിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബോട്ടുകൾ ആലപ്പുഴയിൽ ഇറക്കുന്നത് എന്നാണ് ആരോപണം. കേരള മാരിടൈം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ആലപ്പുഴയിലെ പോർട്ടിലെ നടപടികളിൽ സുതാര്യത വേണമെന്നാണ് ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന് പറയാനുള്ളത്. ഈ കഴിഞ്ഞ മാരിടൈം ബോർഡാണ് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമുണ്ടായത്. അതുവരെയുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങളുടെ ലൈസൻസിങ്ങിൽ ഉണ്ടാകുന്ന ചില ടെക്നിക്കൽ പോയിന്റ്സ് ഞങ്ങളിങ്ങനെ സ്ഥിരതരമായിട്ട് പറഞ്ഞ് സാധിച്ചെടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ മാരിടൈം ബോർഡ് വന്നപ്പോഴത്തേക്ക് അവരുടെ രീതിയെ മാറിപ്പോയി. അവർക്ക് ഒരു ശത്രുതാ മനോഭാവത്തോടാണ് ഇവിടുത്തെ ആലപ്പുഴ ബോട്ടുകളെ സമീപിക്കുന്നത്. അവർക്ക് ഈ ബോട്ടുകളാണ് പണം കൊടുക്കുന്നത്. ഇവർക്ക് പണം കിട്ടുന്ന ഈ ബോട്ടുകളിൽ നിന്നാണ്. രണ്ടാം മാരിടൈം ബോർഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബോർഡിന്റെ തലപ്പത്തുള്ളവർക്ക് മതിയായ യോഗ്യതയില്ലെന്നും ഓർഡിനൻസ് പാസാക്കിയാണ് ഇവരെ തലപ്പത്തെത്തിച്ചതെന്നും ആരോപണമുയരുന്നു. കടലിൽ വർഷങ്ങളോളം ഓടിച്ച കാലപ്പഴക്കം വന്ന വള്ളങ്ങൾ ചുളുവിലക്കെടുത്ത് ആലപ്പുഴയിൽ കൊണ്ടുവന്ന് രൂപമാറ്റം വരുത്തി ഹൗസ് ബോട്ടുകളും ശിക്കാരകളുമാക്കുന്നുവെന്നത് കായലിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ കോട്ടം വരുത്തുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ, കൊടുങ്ങല്ലൂർ കൊല്ലത്ത് നോക്കിയ ലൈസൻസ് വരുന്ന ആളുകൾ, അത്തരം ബോട്ടുകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ പ്രവർത്തിച്ചാൽ ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. കാരണം ഇത് നിലനിർത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങൾ, തൊഴിൽ ഒക്കെ നിലനിർത്തുന്നതിൽ പ്രധാനമാണ്. കുട്ടനാടാണ് നമുക്ക് ബാക്ക് വാട്ടറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം. അപ്പോൾ ഇതാണ് ഏറ്റവും അട്രാക്റ്റീവായി കേരളത്തിലേക്കുള്ള ടൂറിസം. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. ഇതിൻ്റെ ഭാഗമായി മത്സ്യസമ്പത്ത് വലിയ തോതിൽ നാശം വന്നിട്ടുണ്ട്. കൃഷിക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ആളാണ്. കുട്ടനാടിന്റെയും ആലപ്പുഴയുടെയും വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന തരത്തിൽ ബോട്ടുകളുടെ എണ്ണം കൂടുന്നത് ആശങ്കാജനകമാണ്. ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്യാത്ത ബോട്ടുകൾ ജില്ലയിലെ കായലുകളിൽ ഇറക്കരുതെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സാധാരണക്കാരായ കർഷകരും കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടുകൾ ഓടിച്ച് ഉപജീവനം നടത്തുന്നുണ്ട്. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്ന് പറഞ്ഞ ഇവർക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കുന്നതും പ്രതിഷേധാർഹമെന്ന് സമരക്കാർ പറഞ്ഞു. ന്യൂസ് മലയാളം, ആലപ്പുഴ.